നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഇൻഷാ അല്ലാഹ് അതിന് ഫലം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. وإلى حضرة حبيبنا وسيدنا وأسوتنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجستي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيم ولي الله المدبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മഹാനരായ മുത്തുനബിയുടെയും അജ്മീർ ഖാജ തങ്ങളുടെയും സിഎം വലിയുല്ലാഹി തങ്ങളുടെയും പൊരുത്തം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റിത്തരണേ റഹ്മാനെ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ ഈ ലോകത്ത് ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. അള്ളാഹു മഴ തരുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു വെയില് തരുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു മക്കളെ തന്നത് അള്ളാഹിന്റെ കാരുണ്യമാണ്. അള്ളാഹു ഭക്ഷണം തരുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ ലോകത്ത് ഒരൊറ്റ മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. അള്ളാഹു സ്വർഗം നൽകുന്നത് അള്ളാഹിന്റെ കാരുണ്യമാണ്. അള്ളാഹു അർശിന്റെ തണൽ നൽകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഹൗദുൽ കൗസർ നൽകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അപ്പൊ എന്തുകൊണ്ടും അള്ളാഹിന്റെ കാരുണ്യം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. റമദാനത്തും നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. അത് കേവലം റമദാനിൽ മാത്രം ചോദിക്കാനുള്ളതല്ല, എപ്പോഴും ചോദിക്കണം. നമുക്കതൊന്ന് ചോദിക്കാം, എല്ലാവരും ആത്മാർത്ഥയോട് ചോദിക്കാം. اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا ارحم الراحمين. പടച്ചവനെ, നീ കോടാനകോടി ആളുകൾക്ക് റഹ്മത്ത് കൊടുക്കുമ്പോ സാധുക്കളായ ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ റഹ്മത്തില്ലാതെ ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. നിന്റെ കാരുണ്യം നൽകണേ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ,
മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ, ഉസ്താദുമാർക്ക് നൽകണേ അല്ലാ, ഭാര്യമാർക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ കുടുംബക്കാർക്ക് നൽകണേ അല്ലാ, അയൽവാസികൾക്ക് നൽകണേ അല്ലാ, ഭക്ഷണം തന്നവർക്ക് നൽകണേ അല്ലാ, ഈ മജ്ലിസ് കാണുന്നവർക്ക് പ്രത്യേകം നീ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നീ അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണല്ലോ അല്ലാഹ്. അല്ലാഹ് ഇസ്മുൽ അഅ്ലമാണ് എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് അല്ലാഹ്. അത് നമുക്ക് അല്പം ചെല്ലാം. യാ അല്ലാഹു യാ അല്ലാഹ്, 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 യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, നിന്റെ പ്രധാനപ്പെട്ട ഇസ്മാണല്ലോ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ളത്. ആ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി മാറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ തവസ്സുൽ ബൈത്തുണ്ട്, അല്പം ചെല്ലാം. ബദർ മൗലൂദിന്റെ ലാസ്റ്റ് ബൈത്ത് ഉണ്ടല്ലോ, അത് അല്പം ചെല്ലാം. ഫുള്ള് ചെല്ലുന്നില്ല, അല്പം ചെല്ലാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ കൂടെ ചെല്ലട്ടോ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഇലാഹി നജ്ജിനാ വക്ഷിഫ് ജമീഅ അദിയത്തിൻ വസ്രിഫ് മകായിദൽ ഇദാ വൽതുഫ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഇലാഹി നഫിസിൽ ഖുറബാ അനിൽ ആസീന വൽ അതബാ വകുല്ലു ബലിയത്തിൻ വവബാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഫകം മിൻ ഹിമ്യത്തിൻ ഹസലത് വകം മിൻ ദുല്ലത്തിൻ ഫുസിലത് വകം മിൻ നിഅമത്തിൻ വസലത് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്,
الله صلاة الله سلام الله على ياسين حبيب الله وكم أغنيت ذي العسر وكم موليت ذي الفقر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد لاقت على القلب جميع الأرض مع رهبي فأنج من البلاء الصعب بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا طالب الرفد وجل الخير والسعد فوسع منة الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങള് ബദരീങ്ങളെ മുൻനിർത്തിയുള്ള തവസ്സുൽ ബൈത്താണ് ഞങ്ങൾ ചൊല്ലിയിട്ടുള്ളത്. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. തള്ളപ്പെടരുത് റബ്ബേ, തള്ളപ്പെടരുത് റബ്ബേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾ വിവരം കുറഞ്ഞവരാണ് അല്ലാ. ഒരിക്കലും ഞങ്ങൾ ചെല്ലുന്നത് നീ തട്ടിക്കളയല്ല അല്ലാ. ഒരിക്കലും ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല അല്ലാ. ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല, പക്ഷേ തരാൻ തരപ്പെട്ടവൻ നീയാണ്. ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് നീ ഖുർആനിലൂടെ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ട ദാറുൽ മുബീൻ കുടുംബങ്ങളായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് ദിക്റുകളും സലാത്തുകളും ചൊല്ലി കൈകൾ ഉയർത്തുന്നത് അല്ലാ. അതുകൊണ്ട് ഞങ്ങളത് ഒന്നും നീ തട്ടിക്കളയല്ല അല്ലാ. പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ, പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ദിക്ർ അത്ഭുതകരമായ എന്ത് കണ്ടാലും നമ്മൾ പറയണം. നമുക്ക് നല്ല പൈസ കിട്ടി അപ്പോൾ പറയേണ്ട ദിക്റാണ്. അതുപോലെ നല്ലൊരു വീടുണ്ടായി അപ്പം പറയണം. അതുപോലെ നല്ല ജോലി കിട്ടി അപ്പം പറയണം. കുറച്ച് പൈസ കിട്ടി അപ്പോഴും അത് പറയണം. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അത് കണ്ടാലും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയണേ റബ്ബേ. റാഹത്ത് നൽകണേ അല്ലാ, നല്ല വാഹനം നൽകണേ അല്ലാ, നല്ല വീട് നൽകണേ അല്ലാ, നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനി നമ്മൾ ചൊല്ലുന്നത് വലിയ വലിയ ആരിഫീങ്ങളും
മഹാന്മാരൊക്കെ ചൊല്ലിയ ദിക്റാണ് കേട്ടോ. അപ്പൊ ആത്മാർത്ഥയോട് ചൊല്ലിക്കോളി. അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ്, 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 അല്ലാഹു موجود في الوجود، الله 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 موجود في الوجود. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ന്യൂനതകൾ പരിഹരിക്കണേ റഹ്മാനെ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 3 ഇസ്മുകൾ അടങ്ങിയാണ് ഒരു ദിക്റാണ്. 3 ഇസ്മുകൾ ചേർത്തുള്ള ഒരു ദിക്റാണ്. എല്ലാവരും ആത്മാർത്ഥയോടെ പറയണം. അറിയാത്ത ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയുക. കിട്ടാത്ത ആളുകൾ, ചെല്ലാൻ പ്രയാസമുള്ള ആളുകൾ ആമീൻ 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 എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു സ്വീകരിക്കട്ടെ. യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്, 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 യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്. എന്ത് രസാണല്ലേ ചെല്ലാന്. അള്ളാഹിന്റെ ഇസ്മ ചെല്ലാന് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. എന്ത് രസാണ് ചെല്ലാന്. അല്ലാ ഇതുപോലെ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റഹ്മാനെ. അല്ലാ ഈമാൻ നൽകണേ അല്ലാ. മനസ്സിൽ തട്ടിച്ചെല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ചെല്ലിയ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ. ഒരാളുടെ മുന്നിലും ഞങ്ങളെ തരം താഴ്ത്തല്ല അല്ലാ. ഒരാളുടെ മുന്നിലും ഞങ്ങളെ നിസാരപ്പെടുത്തല്ല അല്ലാ. ഇത് രസാ ചെല്ലാൻ. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആത്മാർത്ഥയോടെ ചെല്ലണം. അള്ളാഹിൻ്റെ ഇസ്മുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ മനസ്സിൽ അള്ളാഹു ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മളെ കുടുംബത്തിന് പടച്ചിറപ്പ് നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസുകൾ എല്ലാ ആളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഈ പറയുന്ന ദിക്റുകളൊക്കെ എന്നും പതിവാക്കാൻ പറയും. വലിയ മാറ്റങ്ങളുണ്ടാകും. ജീവിതത്തിൽ സന്തോഷങ്ങളും സമാധാനം ഉണ്ടാവും. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനലിൽ നമുക്ക് പഠിക്കേണ്ടതായ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുക. പ്രത്യേകം ദാറുൽ മുബീൻ കുടുംബങ്ങളായി മാറണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ സലാത്ത് ചെയ്യാം. നമുക്കൊക്കെ മദീനയിലേക്ക് പോകണ്ടേ?
മദീനയിലേക്ക് പോകണം, റസൂലുള്ളാഹിനെ കാണണ്ടേ, റസൂലുള്ളാഹിനോട് സലാം പറയണ്ടേ, അവിടെ റൗളയിൽ പോയിട്ട് മുത്തുനബിയോട് സലാം പറയണ്ടേ. അള്ളാഹ് ഭാഗ്യം നൽകണേ, ഞങ്ങൾക്ക് അതിന് ഭാഗ്യം നൽകണേ. സാമ്പത്തികമായി ഞങ്ങളൊക്കെ വളരെ പ്രയാസത്തിലാണ്. മുത്തുനബിയെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ, റൗള ഷരീഫിലേക്ക് എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. അതിന് നമുക്ക് കുറച്ച് സ്വലാത്ത് ചെല്ലാം. റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ട് നമുക്ക് സലാം പറഞ്ഞാലോ? റസൂലുള്ളാഹിനോട് നമുക്ക് സലാം പറയാം, മുത്തുനബിയോട് സലാം പറയുക. വല്ലാത്തൊരു രസമാണ് മുത്തുനബിയോട് സലാം പറയുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. الصلاة والسلام عليك يا سيدي يا رسول الله. 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 സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനെ. മുത്തനബിയോട് ഞങ്ങൾ സലാത്തും സലാമും പറഞ്ഞിട്ടുണ്ട്, കബൂൽ ചെയ്യണേ അല്ലാഹ്. അവിടുത്തെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മദീനയിൽ ഒന്ന് എത്താൻ, മദീനയിൽ ഒന്ന് പോയി സലാം പറയാൻ, മുത്തുനബി ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് കുറച്ച് ഇസ്തിഗ്ഫാർ പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
يا ذا الجلال والإكرام أستغفر الله العظيم يا ذا الجلال والإكرام أستغفر الله العظيم يا ذا الجلال والإكرام أستغفر الله العظيم يا ذا الجلال والإكرام. അല്ലാഹുവേ ഞങ്ങളെ ഇസ്തിഗ്ഫാർ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ തൗബ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ തൗബ കബൂൽ ചെയ്ത് പാപമോചനം നടത്തി പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ വരവേൽക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ കരളിന്റെ കഷ്ടങ്ങളായ നമ്മളെ മാതാപിതാക്കൾ എത്രയോണ് നമ്മളെ കഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടി ജീവിച്ചവരാണ്. ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾക്ക് അല്പം ദുആ ചെയ്യാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കബൂൽ ചെയ്യണേ റഹ്മാനെ. മാതാവിന്റെ പിതാവിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കരുണ ചെയ്തതുപോലെ അവർക്കും നീ കരുണ ചെയ്യണേ അല്ലാഹ്. കുറച്ചിൽ തഹ്ലീൽ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. തഹ്ലീലിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ റഹ്മാനെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്പം സലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം നൽകട്ടെ. പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയതൊന്നും നീ തള്ളപ്പെടരുത് അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ പ്രത്യേകം നീ പരിഹരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ദിക്ർ ചൊല്ലുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ
പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, രോഗങ്ങൾ മുഴുവനും നീ ശിഫയാക്കണേ അല്ലാ. മുമ്പൊന്നും കേൾക്കാത്ത മാരകമായ അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ശിഫ നൽകണേ അല്ലാ. വേദനകൾ അകറ്റണേ അല്ലാ. കാലുവേദന, ഊരവേദന, തലവേദന, പ്രഷർ, ഷുഗർ, കണ്ണീർ, അതുപോലെ തന്നെ പൈശാചികമായ ഷറുകള്, പ്രഷർ ഉള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്, കാലുവേദനയുള്ള ആളുകൾ. ശിഫ നൽകണേ റഹ്മാനെ. ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ബ്ലോക്ക് വന്ന ആളുകളുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാൻ നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ, മരിപ്പിക്കല്ല റഹ്മാനെ. പടച്ചവനെ, വീടില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉദ്ദേശിച്ച വീട് കൊടുത്ത് അനുഗ്രഹിക്കല്ല. വീട് വെക്കാനുള്ള സമ്പത്ത് കൊടുക്കണേ റഹ്മാനെ. കടത്തിലാക്കല്ല അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ, വിദേശ രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ജോലി അന്വേഷിച്ചു പോയി ജോലി ശരിയാവാതെ സങ്കടം പറഞ്ഞ ഉമ്മമാരുണ്ട്. നല്ല ജോലി കൊടുക്കല്ല. പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ല. അങ്ങനെ ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഉപ്പമാരുണ്ട്. അവർക്കൊക്കെ നല്ല ജോലി നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും കൊടുക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കല്ല. മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ അല്ല. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, SLC പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ, അല്ലാത്ത പരീക്ഷകൾ എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ല. നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് പൊറ്റി വളർത്തിയ മാതാപിതാക്കളുണ്ട്. ഞങ്ങളുടെ ഭാര്യ മക്കൾ, വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠനിയന്മാര്, അനിത്യമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ ഭാര്യ മക്കൾ, കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളുമായി സ്നേഹിച്ച ആളുകളുണ്ട്, സഹായിച്ച ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, മുഅ്മിനീങ്ങൾ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി കൊണ്ടല്ല, ദുനിയാവും ആഖിറത്തിലും വിജയം നൽകല്ല. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ആരാധനകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്തും ഖൈറും സഹായവും നൽകണേ അല്ലാ. ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സ്വർഗം നൽകണേ റഹ്മാനെ. ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് കാലം രോഗശയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണല്ല. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അലങ്കരിക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിനക്കറിയാം. എല്ലാം നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. വീട് ജപ്തിയിലെ ആളുകളുണ്ട്, ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹവും നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാ, മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. അവർക്ക് സഹായം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മളെ ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. നാളെയും 6 മണിക്ക് മജ്ലിസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഉച്ചക്ക് 1 മണിക്ക് നിങ്ങൾക്കൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.